വാഗ്ദത്ത ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് മോശ മരിച്ചു. പക്ഷേ മരിക്കുന്നതിന് മുൻപ് തൻ്റെ ആളുകളെ നയിക്കാനുള്ള ചുമതല തൻ്റെ പടനായകൻ ജോഷുവയെ ഏൽപ്പിച്ചു. അങ്ങനെ അവസാനം ജോഷുവ ജോർദാൻ നദിയുടെ തീരത്തെത്തി. ഇസ്രായേൽ മക്കളെ, ജോർദാൻ നദിയുടെ തീരത്ത് നമുക്ക് തമ്പടിക്കാം. നിങ്ങൾക്കിവിടെ വിശ്രമിക്കാം. ഇനി നിന്റെ സഞ്ചി ഇവിടെ വെച്ചോളൂ. നമ്മുടെ മകൻ ക്ഷീണിച്ചു പോയി. എനിക്ക് ക്ഷീണമൊന്നുമില്ല അമ്മേ, ഞാൻ പോയി കളിച്ചോട്ടെ. അനുവദിക്കുമോ അമ്മേ, ദയവായിട്ട്? എന്നാ ശരി ശരി, പക്ഷെ നദിയുടെ അടുത്തേക്ക് പോകരുത്. നല്ല ഒഴുക്കുള്ള നദിയാണ്. നന്ദി അമ്മേ. നമ്മുടെ മകൻ്റെ കാര്യം. ഇത്രയും മിടുക്കനായൊരു മകനെ തന്ന ദൈവത്തിന് നന്ദി. എന്തു പറ്റി പ്രിയേ? നമ്മുടെ ആളുകൾ മോശയെ വിശ്വസിക്കണമായിരുന്നു. നമ്മുടെ അവിശ്വാസം കാരണം നാം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. 40 വർഷങ്ങളായിട്ട് ഈ നദി വളരെ വീതിയുള്ളതാണ്. നമ്മൾ എങ്ങനെ അക്കരെ കടക്കും? വാഗ്ദത്ത ഭൂമി കാണിച്ചു തന്നതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ജോഷുവ ആരാണത്? ഇത് ഞാനാണ് ജോഷുവ. ദൈവമോ? ജോഷുവ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് ഇസ്രായേൽക്കാരെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കാനാണ്. ഇല്ലില്ല, എനിക്കാവില്ല. മോശ വലിയൊരു നേതാവായിരുന്നു. പക്ഷേ ഞാൻ ഒരു സാധാരണക്കാരനാണ്. എനിക്കവരെ നയിക്കാനാവില്ല. വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും മഹത്വമുണ്ട് ജോഷുവ. പക്ഷേ എനിക്കവരെ നയിക്കാനാവില്ല. എനിക്ക് ഭയമാണ്. പക്ഷേ നീ വളരെ അപകടങ്ങൾ നേരിടും. ശക്തനായിരിക്കൂ. ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് ഓർക്കുക. ഇവരെ നയിക്കാനായി എന്നെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് നന്ദിയുണ്ട്. പക്ഷേ ദൈവമേ, എന്നോടൊന്ന് പറയൂ, ഞങ്ങൾ എങ്ങനെയാണ് ഈ നദി കടക്കുക? നദിയിൽ നല്ല ഒഴുക്കുണ്ട്, കൂടാതെ നല്ല ആഴവുമുണ്ട്. ആളുകൾ നദിയുടെ തീരത്ത് തമ്പടിച്ചു. എല്ലാവർക്കും കഴിക്കുവാനുള്ള ഭക്ഷണമുണ്ടോ? യജമാനെ, കുറച്ച് ദിവസത്തേക്കുള്ള ഭക്ഷണം നമ്മുടെ കൈവശമുണ്ട്. ദൈവം തീർച്ചയായും നമ്മെ സഹായിക്കും. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് മരിക്കേണ്ടെങ്കിൽ അവിടെ നിന്നും പോയിക്കൊള്ളൂ. അത് ജെറിക്കോയിലെ രാജാവാണെന്ന് എനിക്ക് തോന്നുന്നു. രാജാവേ, ഞാൻ ജോഷുവയാണ്, ഇസ്രായേൽക്കാരുടെ നേതാവ്. ദൈവം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ഭൂമിയാണിത്. അതെയോ? എന്നാൽ ഞാൻ ജെറിക്കോയിലെ രാജാവാണ്. ഇവിടെ പ്രവേശിക്കുവാൻ ഞാൻ അനുവദിക്കില്ല. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും ഞങ്ങൾ സ്വതന്ത്രരാക്കപ്പെട്ടവരാണ്. ദൈവത്തിന്റെ വാക്കുകൾ അനുസരിച്ചാണ് ഞങ്ങൾ ഇത്രയും യാത്ര ചെയ്തത്. ദയവായി വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കാൻ അനുവദിക്കുക. വാഗ്ദത്ത ഭൂമിയോ? നിങ്ങളുടെ ദൈവമല്ലേ വാഗ്ദാനം തന്നത്? ഞാനല്ലല്ലോ. ഭടന്മാരെ വിളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പൊയ്ക്കൊള്ളൂ. ഞങ്ങളുടെ ഭാഗത്ത് ദൈവമുണ്ട്. നിങ്ങളും നിങ്ങളുടെ ദൈവവും. നിങ്ങൾ ഈ നദി കാണുന്നില്ലേ? നിങ്ങൾക്കിത് കുറുകെ കടക്കാനാവുമെന്ന് കരുതുന്നുണ്ടോ? ഇനി നിങ്ങൾ ഈ നദി കടന്നാലും നിങ്ങൾ ഞങ്ങളുടെ കോട്ടമതിൽ കണ്ടില്ലേ? ഈ ലോകത്ത് വെച്ച് ഏറ്റവും ശക്തമാണിത്. അതുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളൂ, നിങ്ങൾ നദി കടന്നാലും നിങ്ങളൊരു യുദ്ധത്തിന് തയ്യാറായി വന്നോളൂ. ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ നേതാവായ മോശയെ സംരക്ഷിച്ചിരിക്കുന്നു. ഇത്തവണയും ഞങ്ങളെ സംരക്ഷിക്കും. അതെ, ഞാൻ ചെങ്കടലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ദൈവം ചെങ്കടൽ വിഭജിച്ചതെന്ന്. പക്ഷേ ഇവിടെ ദൈവത്തിന് ശക്തി ഉണ്ടാവില്ല. ജെറിക്കോയിൽ നിന്നും അകന്നു നിൽക്കൂ, അല്ലെങ്കിൽ... ജോഷുവ, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഭയപ്പെടാതിരിക്കൂ, കർത്താവിൽ വിശ്വസിക്കൂ. ദൈവം പറയുന്ന സമയത്ത് നാം നദി കുറുകെ കടക്കും. ഞങ്ങൾക്ക് നിങ്ങളെ പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷേ എനിക്ക് ജെറിക്കോയിലെ രാജാവിനെയാണ് ഭയം. അയാൾ ഈ നദിയിലെ വെള്ളം പോലെയാണ്, അപകടകരം.
സന്ധ്യ ആയി കഴിഞ്ഞു യജമാനെ. നമുക്ക് നമ്മുടെ തമ്പിലേക്ക് തിരിച്ചു പോകണം. ശരിയാണ്, നമുക്ക് പോകാം. ജോഷുവ, നിങ്ങൾ മുന്നോട്ട് നടന്നോളൂ, ഞാൻ വന്നുകൊള്ളാം. അങ്ങ് എവിടെയാണ് ദൈവമേ? ദൈവമേ! ജോഷുവേ, നീ ആ രാജാവിനെ ഭയക്കണ്ട. നീ എന്നെ വിശ്വസിച്ചാൽ ഞാൻ നിന്നെ സംരക്ഷിക്കും. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു കർത്താവേ. എനിക്ക് ആ ജെറീക്കോയിലെ രാജാവിനെ കുറിച്ച് കൂടുതൽ അറിയണം. അയാളുടെ കോട്ടമതിലുകൾ എത്ര വലുതാണെന്നും എനിക്കറിയണം. അയാളുടെ പടയാളികൾ എത്ര പേരുണ്ടെന്നും അറിയണം. എനിക്കൊരു ഉപായം തോന്നുന്നു. എൻ്റെ ആളുകളിൽ നിന്ന് 2 പേരെ ഞാൻ ജെറീക്കോയിലേക്ക് അയക്കും, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ. ജോഷുവ 2 പേരെ ജെറീക്കോയിലെ കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കാനായി അയച്ചു. രാജാവിൻ്റെ പടയെക്കുറിച്ച് അറിയാനും കോട്ടമതിലിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അയാൾ ചാരന്മാരോട് പറഞ്ഞു. നീ എന്താ തിന്നുന്നത്? അവിടെ നോക്കൂ, എന്താണ് കാണുന്നത്? ഓ, പെട്ടെന്ന് ഒളിക്കൂ, പെട്ടെന്ന് ഒളിക്കൂ. പക്ഷെ രാജാവേ, ആ ഇസ്രായേൽക്കാർ നദി മുറിച്ച് കടന്നാലോ? അവർക്ക് കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവർ മുറിച്ചു കടന്നാൽ അവർ മരിക്കും. അത് ശരിയാണ്. പക്ഷേ അവരുടെ ദൈവം സഹായിക്കുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അവർ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അവരുടെ നേതാവ് മോശ വളരെ സൂത്രക്കാരനായിരുന്നു. അയാൾ ആൾക്കാരെ കബളിപ്പിച്ചാണ് ഈജിപ്തിൽ നിന്നും ഇറക്കിയത്. എന്തൊക്കെയായിരുന്നു ഭക്ഷണവും ഇറച്ചിയും ആകാശത്ത് നിന്നോ. അവരെല്ലാം വിഡ്ഢികളാണ്. ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും മുമ്പ് കേട്ടിട്ടില്ല. പക്ഷേ ചെങ്കടൽ വിഭജിക്കപ്പെട്ടതോ? അതിന് ധാരാളം ദൃക്സാക്ഷികളുമുണ്ട്. അതെന്തെങ്കിലും മന്ത്രവാദമായിരിക്കും. നമുക്കിനി ആ വിഡ്ഢികളെ കുറിച്ച് ചിന്തിച്ച് സമയം കളയണ്ട. നമ്മൾ ഭടന്മാരുടെ യോഗത്തിന് വൈകുന്നു. പോകാം. ശരി പ്രഭോ. ശബ്ദമൊന്നും ഉണ്ടാക്കരുത്, അവിടേക്ക് നോക്കൂ. ഓ, രാജാവ് പടയാളികളുമായി കൂടിക്കാഴ്ച നടത്തുകയാണല്ലോ. വരൂ, നമുക്ക് എത്തി നോക്കാം. പടനായകമ്മ 1, 2, 3, 4. കാലാൾപ്പട 20, 20, 40. കുതിരകൾ 2, 4, 6. നിങ്ങൾ ആരാണ്? അയ്യോ, നമ്മളെ കണ്ടെന്ന് തോന്നുന്നു. മറുപടി തരൂ. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞങ്ങൾ കണ്ടുപിടിച്ചു. രക്ഷപ്പെടൂ, ഓടി രക്ഷപ്പെടൂ, ഓടി രക്ഷപ്പെടൂ. ഓ, അവർ ചാരന്മാരാണ്. പിടിക്കവരെ, ആ ചാരന്മാരെ പിടിക്കൂ. അയ്യോ, നിങ്ങൾ ആരാണ്? ഞാൻ റാഹാബ്. ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷേ എങ്ങനെ? സംസാരിക്കാൻ സമയമില്ല. ഇങ്ങോട്ട് വരൂ, പെട്ടെന്ന്. അവരെവിടെ എവിടെയെങ്കിലും കാണും. നീ ഈ വഴി പൊക്കോ, ഞാൻ ഈ വഴി പോകാം. വരൂ, വേഗം. ഇവൾ നമ്മൾ എവിടേക്കാ കൊണ്ടുവന്നത്? എനിക്കറിയില്ല. അവൾ നമ്മളോട് കള്ളം പറഞ്ഞു നമ്മെ രാജാവിന്റെ അടുത്തേക്കാണ് കൊണ്ടുവന്നെങ്കിലോ? ഇതിനടിയിൽ, പെട്ടെന്ന്. വാതിൽ തുറക്കൂ, വാതിൽ തുറക്കാൻ. അവർ ഇവിടെ ഉണ്ട്. പെട്ടെന്ന് ഇതിനടിയിൽ കയറൂ. പെട്ടെന്ന് കയറൂ. രാജാവിന്റെ കൽപ്പനയാണ്. വാതിൽ തുറക്കൂ. വാതിൽ തുറന്നില്ലെങ്കിൽ ഞങ്ങളിത് പൊളിക്കും. ദേ വരുന്നു. എന്താണ് യജമാനെ? വഴി മാറും. എവിടെയാണ് ആ ചാരന്മാർ? ചാരന്മാരോ? ഏത് ചാരന്മാർ? 2 ആൾക്കാർ ഈ വഴിയിലൂടെ കടന്നു പോകുന്നത് കണ്ടോ? ഓ, അവരോ? അവർ നഗര കവാടത്തിലേക്ക് ഓടിപ്പോകുന്ന കണ്ടു. നോക്കൂ, അവർ നഗര കവാടത്തിലേക്ക് പോകുന്നുവെന്ന്. പോയി പിടിക്കൂ അവരെ.
റഹാസ് ചാരന്മാരോട് അവർ സുരക്ഷിതരാണെന്നും പുറത്തു വരാനും പറഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല. അതെ, നിങ്ങൾ എന്ത് ധൈര്യശാലിയാണ്. പക്ഷേ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ജീവൻ അപകടത്തിലാക്കിയത്? പക്ഷേ എന്തിന്? ഞങ്ങൾ അപരിചിതരല്ലേ? ജെറീക്കോയിലുള്ള എല്ലാവർക്കും നിങ്ങളെക്കുറിച്ചറിയാം. നിങ്ങൾ ഞങ്ങളുടെ ഈ നാടിനു വേണ്ടിയാണ് വരുന്നതെന്ന് ഞങ്ങൾക്കറിയാം. മുകളിൽ ആകാശത്തെയും താഴെ ഭൂമിയെയും ഭരിക്കുന്ന നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതുമല്ല, നിങ്ങളുടെ ദൈവം വളരെ ശക്തനാണെന്നും മോശയ്ക്ക് വേണ്ടി ചെങ്കടൽ വിഭജിച്ച് മാറ്റിയെന്നും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത് സത്യമാണ് സഹോദരി. മോശ മഹാനായ ഒരു നേതാവായിരുന്നു. ദൈവം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ മോശയുടെ നഷ്ടം മനസ്സിലാക്കുന്നു. നിങ്ങൾ നഗരത്തിൽ നിന്ന് മാറി മലകളിൽ 3 ദിവസം ഒളിച്ചിരിക്കണം. ഇതാ പിടിക്കൂ, താഴേക്കിറങ്ങാൻ ഇത് ഉപയോഗിച്ചോളൂ. നന്ദി സഹോദരി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ രഹാബ്. നിങ്ങൾ വളരെ ദയയുള്ളവളാണ്. നിൽക്കൂ, ഒരു കാര്യം കൂടി. എന്താണ്? നിങ്ങളുടെ ആൾക്കാർ നഗരം ആക്രമിക്കുമ്പോൾ നിങ്ങൾ എന്നെ പറയൂ സഹോദരി. എന്നെയും എൻ്റെ കുടുംബത്തെയും വെറുതെ വിടാൻ പറയണം. തീർച്ചയായും സഹോദരി ഞങ്ങളോട് വളരെ ദയ കാണിച്ചു. ഞങ്ങളുടെ ആൾക്കാരോട് നിങ്ങളെയും കുടുംബത്തെയും വെറുതെ വിടാൻ പറയാം. ഈ ചുവന്ന കയർ ജനലിൽ കൂടി തൂക്കിയിടണം. ഈ വീട്ടിലെ ആരും ആക്രമിക്കപ്പെടില്ലെന്ന് ഈ അടയാളം കണ്ട് ഞങ്ങൾ മനസ്സിലാക്കും. നന്ദി, വളരെ വളരെ നന്ദി. യോശുവയുടെ ചാരന്മാർ റഹാബ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അവർ മലയിൽ 3 ദിവസം ഒളിച്ചിരുന്നു. എന്നിട്ട് ജോഷുവയുടെ പക്കലേക്ക് വിവരങ്ങളുമായി പോയി. അതാണ് രഹാബ് ഞങ്ങളോട് പറഞ്ഞത് യജമാനെ. ഇത് സത്യമാണോ? അതെ, അവർക്കെല്ലാവർക്കും നമ്മളെ പേടിയാണ്. നമ്മുടെ ദൈവത്തെ അവർക്ക് പേടിയാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. നമ്മൾ നാളെ നദി മുറിച്ചു കിടക്കാൻ പോവുകയാണ്.